ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് റീഡിംഗുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ്. അപ്പോൾ നമ്മളുടെ പാർട്ട് 2 റീഡിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് വെച്ചിട്ട് അപ്പോൾ ഇന്നലത്തെ ആ ഒരു റീഡിംഗ് വെച്ചിട്ട് അവർക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് ആഗ്രഹമുണ്ട്. ചില സമയത്ത് അവർക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ തോന്നും, ചില സമയത്ത് അവർക്ക് വേണ്ട ഇത് ശരിയാണോ എന്നൊക്കെ, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ മാറി, അല്ലെങ്കിൽ അവർ പണ്ട് എന്നോട് കാണിച്ച സ്നേഹമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, എല്ലാം ചുമ്മാതാണ്, അല്ലെങ്കിലും അവർക്ക് ഇനി എന്നോട് യാതൊരുവിധ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലത്തേക്ക് മാത്രം, അല്ലെങ്കിൽ അതേപോലെ അതല്ലേ ചുമ്മാ അപ്പോഴത്തെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം എന്നെ യൂസ് ചെയ്തു എന്നൊക്കെ ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോയപ്പോൾ അതിൽ നിന്ന് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് അങ്ങനെയൊക്കെ, അതായത് നിങ്ങൾ പലതരത്തിലാണ് നെഗറ്റീവായിട്ട് നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ സത്യം അതല്ല. അവരുടെ ഉള്ളിൽ വളരെ വളരെ ഡെപ്തിലുള്ള ഇഷ്ടം നിങ്ങളോടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമോ അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താ പറയുക, അതിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ടുള്ളൊരു ടെൻഷനും പേടിയുമാണ്. പിന്നെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷെ അത് കാണിക്കാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇതേപോലുള്ള ഒരുപാട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോബ്ലംസ് അവരുടെ ഉള്ളിലുണ്ട്. ഓവർ തിങ്കിങ്ങും പിന്നെ ഫാമിലിയും, അതല്ല എങ്കിൽ അവരുടെ കരിയറും, അതായത് ഒരുപാട് ട്രോമാസ്, ഒരുപാട് കാര്യങ്ങൾ കൂടെ കടന്നുപോയ വ്യക്തി ആയതുകൊണ്ട് തന്നെ അതേപോലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. എന്തൊക്കെയായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ലതുപോലെ ഇഷ്ടമുണ്ട്. പക്ഷെ അത് കാണിക്കാനുള്ള ഒരു പേടിയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ. അതോടൊപ്പം നിങ്ങളുടെ എനർജി ഇവിടെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്ത് ഒരുപാട് സംസാരിക്കുകയും എല്ലാം, ഭയങ്കര ഡെപ്തിലാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ള കണക്ഷനും. അയാൾ ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ എന്നാലും ഒരു പടി മുന്നിൽ നിങ്ങളായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിന് കൂടുതലും ഇഷ്ടങ്ങളും സ്നേഹങ്ങളും എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അത് കുറേ കൂടുതൽ നിങ്ങളായിരുന്നു ഈ ഒരു ബന്ധത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും വേണമായിരുന്നു. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നല്ലത് പോകണമെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ ആ ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ തന്നെ തോന്നി ഇയാൾ ചീറ്റിംഗ് അല്ല, അതേപോലത്തെ ഒരു എനർജി ആയിട്ടാണ്, അല്ലെങ്കിൽ നല്ലപോലെ ഒരു സോൾ ബോണ്ടൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്തു ആ ഒരു വ്യക്തിക്കും സ്നേഹമുണ്ട്, പക്ഷേ ഉള്ളിലുള്ള ട്രോമ കൊണ്ടാണ്. അപ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു, അതേപോലെ തന്നെയാണെന്ന് ഓർത്തു. അങ്ങനെയാണ് ആദ്യമൊക്കെ ഈ ഒരു റിലേഷൻ പോയത്. പക്ഷെ പതുക്കെ പതുക്കെ ഇങ്ങനത്തെ ഒരു എനർജി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തോന്നാൻ തുടങ്ങി, എനിക്കൊരു ലവ് ആണ് വേണ്ടത്, അതല്ലെങ്കിൽ ഒരു ഹാഫ് ലവ്, അതായത് പകുതി സമയത്ത് ഇഷ്ടമുണ്ട് പകുതി സമയത്ത് ഇഷ്ടമില്ല, അതുപോലെയുള്ള എനിക്കൊരു ഫുൾ ടൈം ലവ് ആണ് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വേണമെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, സംസാരിച്ചിട്ടുണ്ടാവാം, വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് വളരെ വാലിഡ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുപാട് ട്രിഗറിങ് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വളരെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോയൊരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് ഫേസിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് എന്നോട് പൂർണ്ണമായിട്ട് ഇഷ്ടം ഉണ്ടോ, അതോ വരുമോ, അവർ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് എൻ്റെ അടുത്തേക്ക് ഇനിയും തുറക്കുമോ, പഴയതുപോലെ ആവുമോ എന്നൊക്കെ ഒരു 100,000 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക, ഇഷ്ടമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ
വീണ്ടും നിങ്ങൾ ഡൗട്ട് അടിക്കും. അതെല്ലാം ശരിയാവോ എന്ന ഒരു ചിന്ത വീണ്ടും നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. വീണ്ടും നിങ്ങൾ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളിലോട്ടൊക്കെ വരും. പിന്നെ ഫുള്ള് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങും നിങ്ങൾ. ഇത് തീർന്നു പോയി, ഇതിനി ഇല്ല, ഇത് പോയി, ഇനി ഇതിങ്ങ് വരുവോ വരത്തില്ലയോ എന്നൊക്കെ ഫുള്ള് ഡാർക്ക് ആണ് നിങ്ങൾ പിന്നെ. പിന്നെ നിങ്ങൾക്ക് ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങൾ പിന്നെ ആ ഒരു നെഗറ്റീവ് മൈൻഡിലായിരിക്കും നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ശരിക്കും നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ പോലെയാണ് ആകുന്നത്. അത് ചില സമയത്ത് അത് ക്ലോസ് ആവുന്നു, പിന്നെ കുറച്ച് ദൂരം അത് വീണ്ടും അടുത്ത് വരും, വീണ്ടും അത് ദൂരോട്ട് പോവും, അകന്നു പോവും. അങ്ങനെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് വരും, പോകുന്നു. അപ്പൊ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം നിങ്ങൾ. അത് മാറ്റിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ വേണം. അപ്പോൾ അപ്പോൾ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് എന്തോ ഒരു സത്യം തുറന്ന് പറയാനും ഉണ്ട്. അത് മേ ബി അയാളായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഈ ബ്ലോക്കേജ് നമുക്കിവിടെ നല്ലതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മേ ബി ത്രോട്ട് ചക്ര നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബ്ലോക്കേജസ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഉള്ള കാര്യങ്ങൾ ചെയ്ത് മൈൻഡിനെയൊക്കെ വളരെ കാമാക്കിയിരിക്കുക. ത്രോട്ട് വൈസ് അതൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അവരോട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റിട്ടേൺ എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്ലോ ആണ്. ഓക്കെ, അവർ പെട്ടെന്ന് വരില്ല. വരും, പക്ഷെ റീയൂണിയൻ ഉണ്ടാവും. പക്ഷെ അത് സ്ലോ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ സ്ലോലി ആണ് ഓപ്പൺ ആവുന്നതും തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ. വളരെ ചിന്തിച്ചും വളരെ ആലോചിച്ചും ഇന്നിപ്പോൾ ഓക്കെ, ഇപ്പൊ നാളെ ആവുമ്പോൾ വീണ്ടും പഴയ പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് അവരടുത്ത് വരും. കാരണം അവര് ശരിക്കും പറഞ്ഞാല് അവര് ഉറപ്പാക്കണം ഈ ഒരു അതെ, അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇത് സേഫ് ആണെന്ന് അവർക്ക് വിശ്വാസം ഉണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു എനർജീനെ അവർ ഇത്ര നാൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനൊക്കെ കൂടെ ആണ് അവർ ഹീൽഡ് അല്ലാത്ത വേർഷനിൽ കൂടെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരോട് തന്നെ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കണം, ഇത് ഓക്കെയാണ്, ഈ റിലേഷൻഷിപ്പ് കുഴപ്പമില്ല, എനിക്ക് പറ്റും, എനിക്കാണ് എന്ന് അവരിനോട് തന്നെ അവർക്കൊരു ഇത് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ടൈം ആണ് ഇപ്പോൾ. അപ്പോൾ പാസ്റ്റ് എനർജി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെ അധികം ശക്തമായിട്ട് തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായ നഷ്ടങ്ങളും കാര്യങ്ങളും പാസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് അല്ല നമ്മൾ പറയുന്നത്, നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുന്നേ അവർക്കുണ്ടായിട്ടുള്ള ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും അതെല്ലാം അവരുടെ മൈൻഡിൽ വളരെയധികം എന്താ പറയാ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിൽ കൂടെയൊക്കെ തന്നെയാണ് അവര് ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ചിന്തിച്ചു പോരുന്നത്. നിങ്ങളതൊരിക്കലും പേഴ്സണലി എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങളെക്കുറിച്ചല്ല അവര് അങ്ങനെ ചിന്തിക്കുന്നത്. അവരുടെ ട്രോമ വൈസ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരുന്ന മൈൻഡിൽ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൽ കൂടെ അത് ഹീൽഡ് അല്ലാത്ത വേർഷൻ നമ്മളായാലും അങ്ങനെ തന്നെയാണ് ചിന്തകളെല്ലാം പോകുന്നത്. അപ്പൊ എല്ലാ മനുഷ്യന്മാരും കംപ്ലീറ്റ്ലി ഹീൽഡ് ആരും ഇല്ല. അപ്പൊ എല്ലാവരുടെയും ചിന്തകളെല്ലാം പാസ്റ്റ് ട്രോമാസിലോട്ടും പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ആ ഒരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ ബോൾഡും സ്ട്രോങ്ങും ഹീൽഡും ആയിട്ടൊക്കെ അവർ വരും. മനസ്സിലായോ? അപ്പൊ ആ ഒരു സ്റ്റേജ് ആണിപ്പോൾ ആ ഒരു പേഴ്സന്റെ എനർജിയിൽ ഇപ്പൊ ശരിക്കും നടക്കുന്നത്. അപ്പോൾ കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും ഓരോ കാര്യത്തിന്. നിങ്ങൾ ആരാണ്, ചുറ്റുപാടുള്ള ആൾക്കാർ എങ്ങനെയാണ്, നിങ്ങൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ്, അതുമായിട്ട് ഇതുമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്നൊക്കെ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി വളരെ പ്യുവർ ആണ്. നിങ്ങളുടെ സത്യസന്ധമായിട്ട് വളരെ ഒരു സ്നേഹമാണ്. അതുപോലെ തന്നെ ആ ഒരു ഇഷ്ടം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാഷ്വൽ കണക്ഷൻ വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയും അത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം നിങ്ങൾ ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ മാറി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഉള്ളുകൊണ്ട് നിങ്ങൾ വേദനിക്കുന്നതിന് റീസണും ഇത് തന്നെയാണ്. നിങ്ങൾ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സോളാണ്. നിങ്ങളുടെ ലൈഫിൽ മേ ബി ഇതേപോലുള്ള ട്രോമാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഫാമിലി വൈസ്.
അതല്ലെങ്കിൽ ഇന്ന വൂൺസുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, ചൈൽഡ്ഹുഡ് വൂൺസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ പോലെ ഈ ഒരു റിലേഷൻഷിപ്പും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും മാക്സിമം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവരുടെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ നമ്മൾ ഇവിടെ റീഡിങ്ങിൽ നോക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്നും വിട്ടു പോയിട്ടില്ല. അവർക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനും കഴിയില്ല. പക്ഷെ എന്താ പറയാ, അവർക്ക് കുറച്ച് സമയം വേണം ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. അതിന് നിങ്ങൾ കുറച്ച് ക്ഷമ വേണം. നിങ്ങൾ അവർ കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയച്ചു. പക്ഷെ അത് നിങ്ങൾ ചിലപ്പോൾ റിട്ടേൺ മെസ്സേജ് വരില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെ അങ്ങോട്ട് അയക്കുക. പിന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ഷമയോടുകൂടെ എടുക്കുക. അങ്ങനെ സ്ലോലി വരുമ്പോൾ അവർ പതുക്കെ പതുക്കെ ഗ്രാജുവലി അവരും ആ ഒരു ഫോമിലോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഒരു വാർണിംഗ് എന്ന് യൂണിവേഴ്സ് നമുക്ക് പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വാർണിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വെളിയിൽ പറഞ്ഞാലും ഉള്ളിൽ നിങ്ങൾ വളരെയധികം ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മുഴുവൻ ടൈം ഈ ഒരു എനർജി, നിങ്ങളുടെ ഫുൾ എനർജി ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് പോവുക. നിങ്ങളുടെ ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഗോൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഇയാളുടെ മൈൻഡിൽ നിന്ന് മാറ്റണമെന്നല്ല പറയുന്നത്, ഈക്വൽ ആയിട്ട് നിങ്ങൾ അതിൽ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ കാര്യം ഓർത്ത് ഡെസ്പിടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ഓഫ് മൂഡായിരിക്കും. അപ്പൊ പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ആലോചിക്കേണ്ട എന്നല്ല പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലുള്ള വേറെയും ഒരുപാട് ലൈഫ് പേർപ്പസ്, നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരെ കാണിക്കാനല്ല, ഞാൻ ഓക്കെ ആണ്, ഞാൻ എല്ലാം ചെയ്യും, അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്യില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്തതൊക്കെ, എനിക്ക് വേണ്ടി ഞാൻ ചെയ്തൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെയല്ല, മറ്റുള്ള ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ കാണിക്കാനല്ല, ഞാൻ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് കാണിക്കാനല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആളെ തന്നെ നിങ്ങൾ കാണിക്കുക. മനസ്സിലായി? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വരിക. അപ്പൊ അത് യൂണിവേഴ്സ് ഒരു വാർണിംഗ് ആയിട്ടാണ് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മൈൻഡിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് നിങ്ങൾക്ക്. അവിടേക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ അങ്ങനെ പറ്റത്തൊന്നുമില്ല. അങ്ങനെ എളുപ്പം മറക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ സോൾ ലെവൽ ഒരു ചെറിയ നല്ല രീതിയിലൊരു ബോണ്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന ഇതിനൊരു റീസൺ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരെ കുറേയൊക്കെ ചേഞ്ച് ചെയ്തു. അവരുടെ ട്രോമാസിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ടാണല്ലോ അവരുടെ ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അവരുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. പക്ഷെ ചേഞ്ച് ചെയ്തെങ്കിലും സ്ലോലി ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അവരിപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിനൊരു റീസൺ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്ര നാൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അവർ ഹീലാവണം. അതുപോലെ തന്നെ ക്ലാരിറ്റിയൊക്കെ ഉടൻ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊക്കെ വളരെ സാധ്യത കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ സ്ലോയിലാണ് ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ ഉള്ള പ്രോബ്ലംസ് എത്രത്തോളം, ഇപ്പൊ പാരൻസിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വൂണ്ടാണെങ്കിൽ ആ ഒരു വൂണ്ടിൽ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ ഹീലിംഗ് ഓരോരുത്തർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് എത്ര ടൈം എടുക്കും. അവർക്ക് ഇപ്പൊ ഫാദേഴ്സ് വൂണ്ടാണെങ്കിലും ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് മാറും. ചിലരുടെ വൂണ്ടിന്റെ ഡെപ്ത് അനുസരിച്ച് ഒരുപാട് ടൈം എടുക്കും അതൊന്ന് ഹീൽ ചെയ്തവർക്ക് അതൊന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി. അപ്പൊ അയാൾ ഏത് വൂണ്ടിൽ കൂടെയാണ് പോണേന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു വൂണ്ട് അത്രയ്ക്ക് എക്സ്ട്രീംലി എന്താ പറയാ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വൂണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് ചിലപ്പോൾ അവർക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഒരു മാസം പോലും
എന്താ തികയില്ല. അതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും പ്രോബ്ലം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അവരങ്ങനെ പറഞ്ഞാണ് ഹീൽ ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തനിയെ ഹീൽ ചെയ്യണം. അപ്പോൾ ആ ഒരു മൂഡിൽ അയാളുടേതായിട്ടുള്ള ടൈം കൊടുക്കുക. അയാൾ അതിൽ കൂടെ കയറി ഹീൽ ആവാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ഇത് സ്ലോ ആവുന്നത്. അയാളുടെ ഹീലിംഗ് ന്റെ ആ ഒരു പേർപ്പസ് അയാൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ ഈ റിലേഷൻഷിപ്പിനെ കാണുക. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോവുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഇൻറ്റ്യൂഷൻ ഉള്ള ഒരാളാണ്. നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ എന്താണോ നിങ്ങളുടെ ഇന്ന വോയിസ് ശരിയെന്ന് പറയുന്നതും എടുക്കുന്നതും അതിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എൻഡ് ആവുന്നില്ല. പക്ഷെ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസാണ്. അതിന് നിങ്ങൾ രണ്ടുപേരുടെയും എഫേർട്ട് വേണം. അല്ലാതെ ഒരാൾ മാത്രം ശ്രമിച്ചാൽ ഇത് വർക്ക് ആവില്ല. അപ്പം അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ഹീൽ ചെയ്യും. അയാൾ അവിടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക്, അതല്ലാതെ അയാളെ ബ്ലെയിം ചെയ്ത് നെഗറ്റീവ് എനർജീസിനെ അങ്ങോട്ട് സെൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബ്ലെയിം ചെയ്തില്ലെങ്കിലും ഉള്ളിലൊരു വിഷമം ഉണ്ടാവുമല്ലോ, അവർ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ അങ്ങനെ പോലും ഒരു എനർജി സെൻഡ് ചെയ്യാതിരിക്കുക. അവരുടെ ലവ് വളരെ സൈലന്റ് ആണ്. വേർഡ്സ് ഇല്ലാതെ ഫീൽ ചെയ്തുകൊണ്ടുള്ളൊരു ലവ് ആണ് അത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കണം എങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതല്ല എങ്കിൽ അവർ ലൈഫ് ലെസൺ പഠിക്കണം, നിങ്ങൾ അതോടൊപ്പം തന്നെ ലൈഫ് ലെസൺ പഠിക്കണം. മനസ്സിലായോ? അപ്പം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു രീതിയിലോട്ട് ആ ഒരു ഇഷ്ടത്തെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നത്തെ കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വാല്യൂ കുറയുന്ന യാതൊരുവിധ സിറ്റുവേഷനിലും നിങ്ങൾ നിൽക്കരുത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, റെസ്പെക്റ്റ് വേണം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു ലവ് വേണം. അപ്പം അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ അപ്പോൾ അതെല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാമിക് സ്റ്റേജിലോട്ടൊക്കെ പോകും. അപ്പോൾ ഈ ഒരു ലവ് റിലേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കുന്നു. ആരെയും ഇത്രയും അധികം സ്നേഹിക്കരുത്, ക്ഷമ വേണം, സെൽഫ് ലവ് വേണം, ബൗണ്ടറീസ് വേണം, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ഈ ഫേസ് കടന്നു പോകും എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ലോ ആയാലും കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് അല്ല. പക്ഷെ ലൈഫ് മുഴുവനും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണിന് വേണ്ടി ഇരിക്കേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. മനസ്സിലായി? അപ്പോൾ ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട സത്യങ്ങളെല്ലാം സമയമാകുമ്പോൾ പുറത്തു വരും. ആ ഒരു പേഴ്സൺ നിങ്ങളോട് അയാളുടെ ഉള്ളിലുള്ള സത്യം, അതായത് നിങ്ങളോട് എത്രത്തോളം സിൻസിയർ, എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ള ആ ഒരു സത്യം ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെയും നിങ്ങളുടെ ഹേർട്ടിനെയും റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ പീസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിലോട്ട് വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ അവിടെയും ഇവിടെയും ലെസൺസ് പഠിച്ച് നിങ്ങളുടെ ലൈഫ് പേർപ്പസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ വരുമ്പോൾ ആ പേഴ്സണ് ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സണ് നല്ല ഡെപ്തിൽ തന്നെ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ റീഡിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.